എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ഇന്ന് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. പരാജയം എന്ന് പറയുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ്. ഒരു കാര്യത്തിന് നിങ്ങൾ എല്ലാവരും ഉത്തരം പറയുക. ഈ ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെയും ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല എന്നുള്ള സത്യം ആദ്യം അറിയുക. പക്ഷേ പരാജയപ്പെട്ടിട്ടും എഴുന്നേറ്റ് നിൽക്കാത്തവരാണ് തോറ്റുപോകുന്നവർ എന്ന് മനസ്സിലാക്കുക. പരാജയത്തിൽ നിന്ന് പെട്ട് മുന്നോട്ട് പോകാത്തവരാണ് ഏറ്റവും വലിയ തോൽവിക്കാരെന്നും പരാജയപ്പെട്ടിട്ടും എഴുന്നേറ്റ് നിന്നവരാണ് ചരിത്രം എഴുതിയിട്ടുള്ളത് എന്നറിയുക. അപ്പോൾ ചരിത്രം എഴുതിയ ഓരോ ആൾക്കാരെയും മനസ്സിലാക്കേണ്ടത് അവർ പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റാണ്. ഇത് നിങ്ങൾ ഇന്ന് മനസ്സിൽ ശരിക്കും പതിപ്പിച്ചു വെക്കുക. പരാജയം എന്നത് ഉയർച്ചയുടെ ആദ്യ പടിയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പരാജയം? അല്ലെ, സ്വാഭാവികമായി നമ്മൾ ആലോചിക്കുള്ളൂ, എന്താണ് ഈ പരാജയം എന്ന് പറയുന്നത്? പരാജയം എന്നത് എന്തെങ്കിലും ഒന്ന് അവസാനിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ല. ആരോ ഒരാൾ ജയിച്ചതിനെയാണ് പരാജയം എന്ന് പറയുന്നത്. നമ്മൾ ആ വാക്ക് ശരിക്കും മനസ്സിലാക്കി. നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിലും മറ്റൊരാൾ അതേ കാര്യത്തിൽ വിജയിച്ചപ്പോൾ മാത്രമാണ് പരാജയം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പിന്നോട്ടായിട്ടുണ്ടെങ്കിലും ആരോ ഒരാൾ അവിടെ മുന്നിലുണ്ട് എന്നുള്ള പരമായ ഒരു സത്യം അറിയുക. അതായത് പരാജയം എന്നത് അവസാനമാക്കില്ല, നമ്മൾ എന്തോ ഒരു കാര്യം പഠിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു എക്സാമിൽ തോറ്റാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞാൽ ആണ് അതിന്റെ റിസൾട്ട് ഇങ്ങനെയായി മാറുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയ രീതി, പ്രകടിപ്പിച്ച രീതി ശരിയല്ല, മാറ്റിപ്പിടിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റൊന്നല്ല. നിങ്ങൾ എല്ലാവരും ചെറിയ കുട്ടികളായിട്ട് ജനിച്ച് വീണ സമയത്ത് നടക്കാൻ തുടങ്ങിയവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഒരാൾ നടക്കാൻ പഠിക്കുന്നത് പലതവണ വീണതിന് ശേഷമാണെന്ന് നിങ്ങളുടെ അച്ഛനോ അമ്മയോ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊന്നും തോറ്റു എന്ന് പറഞ്ഞല്ലേ അവർ കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്നല്ലേ? ഇല്ല. നമ്മൾ ഓരോ പ്രാവശ്യം വീണാണ് അവസാനം നടക്കാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു പാഠമുണ്ട്. ഓരോ വീഴ്ചയും നടക്കാനുള്ള പ്രചോദനത്തെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം പരാജയപ്പെട്ട പിന്നെയും അവിടെ പരാജയപ്പെട്ട അത് ശരിയല്ല. ഒരു നാൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. പഴഞ്ചൊല്ല് പഠിപ്പിക്കാനുണ്ട്. അതിന് ടീച്ചർ നമുക്ക് പഴഞ്ചൊല്ല് പഠിക്കണം. പല നാൾ ഒരു പന്നി ഒരേ കിണറ്റിൽ വീഴില്ല, അല്ലെ? ഒറ്റപ്രാവശ്യം വീഴുള്ളൂ എന്ന് പറയാം. അപ്പൊ അതുപോലെ ഒരേ കാര്യത്തിൽ പലതവണ പരാജയമില്ല, ഒരു തവണ മാത്രം. പലതവണ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ്. അപ്പോ നമ്മൾ നമ്മൾ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും വീഴ്ചയില്ലാതെ നടക്കാൻ പഠിച്ച ഒരാളുമില്ല എന്ന് മനസ്സിലാക്കുന്ന പോലെ തന്നെ നമ്മൾ ഓരോന്നിനെയും പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ എന്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില സത്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അതുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് എന്റെ മക്കൾ ആരും കരുതരുത്. അത് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗം മാത്രമാണെന്ന് അറിയുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റുപോയാൽ നിങ്ങൾ എന്ന മനുഷ്യനല്ല തോറ്റിട്ടുള്ളത്. ആ വിഷയം നിങ്ങൾ എഴുതി ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എവിടെയും തോറ്റിട്ടില്ല. ആ വിഷയത്തെ നിങ്ങൾ ആധികാരികമായി പഠിച്ചില്ല എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കാത്തതിന്റെ ഫലമാണ് അവിടെ ലഭിച്ചത്, അല്ലാതെ നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ മൂല്യമായിട്ടല്ല കണക്കൂട്ടേണ്ടത്, ആ വിഷയത്തിന്മേലുള്ള നിങ്ങളുടെ അറിവിന്റെ മൂല്യം മാത്രമാണ്. അപ്പൊ അത് മാറ്റാൻ നിങ്ങൾ അറിവ് കൂട്ടിയാൽ മാത്രം മതി, നിങ്ങളെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങൾക്ക് ഇത് സാധിക്കും എന്നുള്ള മൂല്യം നിങ്ങൾ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി.
ഒരു പരീക്ഷ കൊണ്ടോ ഒരുപാട് പരീക്ഷകൾ കൊണ്ടോ നിങ്ങളെ നിർവചിക്കപ്പെടില്ല. പക്ഷേ നിങ്ങൾ പരാജയത്തെ എങ്ങനെ നേരിടുന്നു എന്നതാണ് നിങ്ങളെ നിർവചിക്കുന്ന കാര്യം. ഒരു പരാജയം പെട്ട് കഴിഞ്ഞാൽ തലയിൽ എന്താ പറയാ ഓടിപ്പിടിച്ച് ഒച്ചപ്പാടും ബഹളമാക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാലോ, ഒരു ഓട്ടത്തിൽ നിങ്ങൾ പിറകിലായാലോ, ഒരു കപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അടുത്ത തവണ ആ കപ്പ് ഞാൻ നേടുമെന്ന ദൃഢനിശ്ച നിങ്ങൾ എടുക്കും. അടുത്ത തവണ ആ സബ്ജക്റ്റിൽ ഇത്ര മാർക്ക് ഞാൻ വാങ്ങിക്കും എന്നും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യണം. അവിടെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തകർന്നു പോകാതെ സൂക്ഷിക്കണം. പക്ഷേ മാതാപിതാക്കളോട്, ഇവിടെ ഉള്ളവരോടുള്ള ഏറ്റവും ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളോട് ഒരു അപേക്ഷയാണ്, നമ്മുടെ മക്കൾ തോറ്റാൽ അവരെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളത്. അവരെ താരതമ്യം ചെയ്യരുത്, തകർക്കരുത്. കാരണം നമ്മുടെ മക്കളെ പരീക്ഷയിൽ തോറ്റു എന്നതല്ല, മാനസികമായി തോൽക്കാതിരിക്കാൻ പഠിപ്പിക്കും. മറ്റൊരു കുട്ടിയുമായി താരതമ്യപ്പെടുത്തിയിട്ട് അവരെ കൊല്ലാൻ പാടില്ല. അവരായിരിക്കാനും എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾക്കാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അവരെ കാണും. എന്റെ മകൻ ഇങ്ങനെ ആയിരിക്കണം, എന്റെ മകൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആദ്യ ബോധം ഉണ്ടാവേണ്ടത് അച്ഛനും അമ്മയും. അവരോട് ഒരു കാര്യത്തിൽ തോറ്റിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെ, ആ മേലെപ്പറമ്പിൽ വീടിൽ പറയുന്ന ജഗതിയോട് പറയുന്ന ഡയലോഗ് പറയുന്ന അതേ ഡയലോഗ് പറഞ്ഞു, ആ നോക്ക് തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്ന നിന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഹോർലിക്സ് കാക്കി കൊടുക്കുന്ന അമ്മയെ പോലെ ആയിരിക്കണം. അല്ലേ? നീ തോറ്റാലും സാരമില്ല, അടുത്ത പ്രാവശ്യം നീ ശ്രമിച്ചാൽ അടുത്ത പ്രാവശ്യം നിനക്ക് ചെയ്യിക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വാക്ക് മതി ആ സമയത്ത്. അത് ആ സമയത്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. മറ്റേത് സമയത്ത് നിങ്ങൾ ആ വാക്ക് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അവർ തോറ്റ് പേപ്പർ കിട്ടുമ്പോൾ മാത്രമാണ് ചെയ്യേണ്ടത്. അവിടെ ഒരിക്കലും പിന്നെ നിങ്ങൾ അതിനെ പാകപ്പെടുത്തി എടുത്തോളൂ. പക്ഷെ ആ സമയത്ത് അവരെ വഴക്ക് പറയാനോ ഒരു കുറ്റപ്പെടുത്താനോ തകർക്കാനോ പാടില്ല. പകരം അവർക്ക് കൊടുക്കേണ്ട ഇൻസ്പിറേഷൻ ആ സമയത്താണ്. ഒരു കുട്ടിയെ ഉയർത്താൻ ഒരൊറ്റ വാക്ക് മതി, ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്, ഡോൺ വറി. ഇത് മാത്രമല്ല, ജീവിതം മാറും. നിങ്ങളോട് ഓരോ അടുത്തുള്ള അഭ്യർത്ഥനയാണ്. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വിടണം എല്ലാവരും. നമുക്ക് കൃത്യമായിട്ട് 5 കാര്യങ്ങൾ ഞാൻ ഇന്ന് വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് മക്കൾക്കും അച്ഛനമ്മമാർക്കും ഉള്ളതാണ്. ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾ സമയം എടുത്തിട്ട് അച്ഛനും അമ്മയും കേൾപ്പിക്കണം. ഇരുത്തിയിട്ട് സമയമില്ല എന്ന് പറയുന്നവരോട് പറയണം, നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കണം. പല അച്ഛനമ്മമാർക്കും തിരിച്ചറിയില്ല. എങ്ങനെയാണ് പരാജയത്തെ അതിജീവിക്കുന്നത് 5 മാർഗങ്ങളിൽ പറഞ്ഞു തരാം. ഒന്ന് എഴുതി വെച്ചോളൂ, പെട്ടെന്ന് മക്കൾ എഴുതി വെച്ചോളൂ. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കണം. ആയുഷ്യം എഴുതിക്കും. ഒന്നാമത്, പരാജയത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും തോറ്റുവെങ്കിൽ ആദ്യം ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, മാധവ്, റൈറ്റ്? പരാജയത്തെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സത്യം. തോറ്റിട്ടില്ലെന്ന് നടിക്കുന്നതാണ് ഏറ്റവും വലുത്. അവിടെ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരരുത്. വളരെ ലളിതമായി പറയൂ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു. ഓക്കെ, തോറ്റു, ശരിയാണ്, അതൊന്ന് അംഗീകരിച്ചോളൂ. അപ്പോ ഈ വിഷയമുണ്ട്. അപ്പൊ നമ്മൾ കള്ളം പറയില്ല, ഒന്നും അതിനുവേണ്ടി ചെയ്യില്ല, സത്യമായിട്ട് നമ്മൾ തോറ്റു. ഓക്കെ, ആയിക്കോട്ടെ. എവിടെയാണ് എനിക്ക് പാളിപ്പോയത്? ധൈര്യത്തോടെ അറിയാനും പറയാനും പഠിക്കുക. പരീക്ഷയിൽ മാർക്ക് കിട്ടിയില്ല, എത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് ഉത്തരം പറയാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞതും ഞാൻ എഴുതിയില്ല എന്ന് ആ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വിശകലനം ചെയ്യണം. ആ വിശകലനം ഒരുപാട് മണിലുണ്ടാവും, ഒരുപാട് നിങ്ങൾ അതിനകത്ത് ബ്ലോക്കേജ് ഉണ്ടാക്കും. അച്ഛനും അമ്മമാരോടും പറയാണ്, മക്കൾ ഇപ്പൊ എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി അവരെയും നിങ്ങളും ഇരുത്തിക്കൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആൻസർ അവർ ചെയ്തിട്ടുണ്ടെന്ന് വെറുതെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അപ്പൊ എവിടെ പാളി എന്ന് മനസ്സിലാവും. ഇതൊരു ദൗർബല്യമായിട്ട് എടുക്കരുത്. ഇതാണ് യഥാർത്ഥ ശക്തി എന്നറിയുക. അപ്പൊ പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ അംഗീകരിക്കുക, അതിനു വേണ്ടി എവിടെയാണ് പാളിയത് എന്ന് അറിയുക. രണ്ടാമത്തെ കാര്യം,
ലേൺ ഫ്രം ഫെയിലിയർ എന്ന് പറയും. പരാജയത്തിൽ നിന്ന് പഠിക്കുക. നമ്മൾ ഓരോ ആൾക്കാരും പരാജയപ്പെടുന്നുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ ഓരോ പരാജയത്തിൽ നിന്ന് എന്തു പഠിച്ചു, നമ്മൾ എന്തിന് ഇനി കുറച്ചും കൂടി എങ്ങനെ തയ്യാറായിരിക്കണം, എങ്ങനെ നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യണം, എവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാവും. കുറ്റം സംഭവിച്ചു എന്നതിനെ അന്വേഷിച്ച് നടക്കുകയല്ല, ആ പാഠം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. എവിടെയാണ് എനിക്ക് പാളിയത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നടപടി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് സെൽഫ് ബ്ലെയിം എന്ന് പറയും. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ഞാൻ തോറ്റു, ഞാൻ ഇങ്ങനെയായോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റിയില്ല, അയ്യോ ഞാൻ എന്ത് പഠിച്ചത് കാര്യമില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മക്കൾ ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ച് അച്ഛനും അമ്മമാരും സപ്പോർട്ട് ചെയ്യുന്ന നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ ഇങ്ങനെ തന്നെയുണ്ടോ, നിങ്ങൾ എത്രയാ പറഞ്ഞത് അല്ലേ, ഇങ്ങനെ പറയുണ്ടാവും. ഇത് നിർത്തിക്കോളും കേട്ടോ, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, തോറ്റു, എന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്ന് പറയും. നമ്മളെ കൊണ്ട് എന്തും സാധിക്കും. മല മറിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാം പറ്റും. എന്നെ കൊണ്ട് സാധിക്കില്ല, പകരം ഇപ്പൊ പറ്റിപ്പോയി, പക്ഷെ നാളെ ഇത് പറ്റില്ല, നാളെ ഞാൻ മികച്ചതാക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുക. വാക്കുകൾ മാറിയാൽ ജീവിതം മാറുമെന്ന് സത്യം അറിയുക. നാലാമത്തെ കാര്യം ലളിതമാണ്. ട്രൈ അഗെയിൻ, വീണ്ടും ശ്രമിക്കുക. തോൽവിക്ക് ശേഷമുള്ള ഓരോ ശ്രമത്തിലാണ് വിജയത്തിന്റെ ജനനം എന്ന് പറയും. നിങ്ങൾ ഒറ്റപ്പോൾ അടുത്ത ശ്രമമാണ് നിങ്ങളുടെ വിജയം ഉണ്ടാക്കുന്നത്. നിങ്ങൾ എക്സാമിന്റെ പേപ്പർ കിട്ടിയിട്ട് നിങ്ങൾക്ക് ബിലോ ആവറേജ് മാർക്കാണെങ്കിൽ അന്ന് തുടങ്ങുക. ഞാൻ അങ്കിളുടെ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഞെട്ടരുത്. അവസാനം നാളെ അങ്കിൾ ട്രോളും ചെയ്യരുത് കേട്ടോ. ഒരു സത്യം പറഞ്ഞു തരാം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മലയാളത്തിൽ കിട്ടിയ മാർക്ക് 50ൽ 4.5 മാർക്കായിരുന്നു. നല്ല രസല്ലേ, എന്ത് സുഖമായിരിക്കും അറിയോ. ഇപ്പോഴും ഓർമ്മയുണ്ട്, അനിത ടീച്ചർ എനിക്ക് പേപ്പർ വന്നപ്പോ നീ കൊള്ളാലടാ, 4.5 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവർക്കും 40ഉം 45ഉം 50ഉം മാർക്ക് കിട്ടിയ എൻ്റെ ഏറ്റവും മറക്കാൻ പറ്റാത്ത മാർക്കാണ് 4.5. ഇന്ന് ഞാൻ മലയാളത്തിൽ ആരാണ് അല്ലേ? ആ മാർക്ക് കൊണ്ട് അവിടെ നിന്നാലോ. അത് ഓണപരീക്ഷയ്ക്കായിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം മാർക്ക് വാങ്ങിച്ചപ്പോ ഞാൻ അതേ മലയാളത്തിൽ 40 വാങ്ങിച്ചു. 4.5 മാർക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കുറേ കരഞ്ഞു. ബാക്കി എല്ലാ സബ്ജക്റ്റിലും ആവറേജ് മാർക്കേ ഉള്ളൂ, വലിയ മാർക്കൊന്നുമില്ല. പക്ഷെ അന്ന് കരഞ്ഞു. എന്തിനാ കരഞ്ഞറിയോ? മാർക്ക് 4.5 കിട്ടിയാലല്ല, ടീച്ചർ എന്റെ മുഖത്ത് നോക്കിയൊരു വാക്ക് പറഞ്ഞു, കൊള്ളാലോടാ, എല്ലാവരെക്കാളും മാർക്ക് നിനക്കാണല്ലോ എന്ന് പറഞ്ഞു. ആ അപമാനം നമ്മളെ മുമ്പോട്ട് നയിച്ചു. ഇന്നെങ്ങാനും ആ അനിത ടീച്ചർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ കാല് തൊട്ട് വന്നിക്കണം. ഇന്ന് മലയാളം നിങ്ങളുടെ മുമ്പിൽ ഇത്രയും നന്നായിട്ട് സംസാരിക്കാനും നന്ദി പറയാനും പറ്റുന്നത് ചിലപ്പോൾ അനിത ടീച്ചർ അന്ന് എന്നോട് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിലായിരിക്കും അല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ വരും. 4 വയസ്സ് നിങ്ങളൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പോഴും ജീവിതത്തിൽ എത്തും കേട്ടോ. പോലെ ഈ പ്രായത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഓർത്തു വയ്ക്കും അല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ആരും തോറ്റു എന്ന് കരുതരുത്. ഇതൊന്നും അമ്മമാരോടും പറയാണ്. ഇതുകൊണ്ട് മക്കൾ തോറ്റു എന്നൊന്നും ആരും വിലയിരുത്തി കളയരുത്. ഒന്നുമില്ല. 10ാം ക്ലാസ്സില് മറ്റൊരു കാര്യം കൂടി പറയാം. 10ാം ക്ലാസ്സില് SLC പരീക്ഷയിൽ എൻ്റെ ഹിന്ദിയിലെ മാർക്ക് 18 മാർക്കാണ്. 18 മാർക്സ്, ജസ്റ്റ് പാസ്. എൻ്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇന്ന് ഹിന്ദിയാണ്. ഹിന്ദി ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇല്ല. എല്ലാ സംസാരവും ഹിന്ദിയിലാണ്, എൻ്റെ ജോലി ഹിന്ദിയിലാണ്, ആൾക്കാരോട് സംസാരിക്കുന്നതാണ്. ലോകത്തുള്ള എല്ലാ എവിടെയാണ് ഏത് രീതിയിൽ ഹിന്ദി സംസാരിക്കാനും ഹിന്ദി കൈകാര്യം ചെയ്യാനും ഒക്കെ ഒരു വിഷയമില്ലാതെ കൈകാര്യം ചെയ്യുന്ന. പക്ഷെ 10ാം ക്ലാസ്സിലെ മാർക്ക് 18 ഉള്ളൂ. മാർക്കാണോ നിയന്ത്രിക്കുന്നത്? അല്ല. അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ആരും ബോധിക്കേണ്ട. മാർക്ക് വെറും മാനദണ്ഡം മാത്രമേ ഉള്ളൂ എന്നറിയുക. ഇത് പറഞ്ഞു, ഇത് ഓൺ റെക്കോർഡാണല്ലോ. എന്റെ അമീന, ഈ പാട്ടൊന്ന് കട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, പറഞ്ഞ സത്യമായി പറഞ്ഞ കാര്യമാണ്. അപ്പോ വീണ്ടും ശ്രമിക്കുക എന്ന കാര്യം. നിങ്ങള് ഒരു കാര്യം, നിങ്ങളെല്ലാരും ഈ
വിത്ത് അറിയാലോ, വിത്ത് മണ്ണിൽ കുത്തിയാലേ മരമാകുള്ളൂ എന്നറിയണം. വിത്ത് കയ്യിൽ പിടിച്ചാൽ മരമാകില്ല. അപ്പോ തോറ്റ് കഴിഞ്ഞാൽ ഉടനെയുള്ള ശ്രമമാണ് വിത്ത് കൊണ്ടുപോയി നടുക എന്നുള്ളത്. ആ വിത്ത് വളരുന്നതനുസരിച്ച് നമ്മളും വരണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പരാജയം നാളെ വിജയത്തിന്റെ വിത്തായി മാറും എന്നറിയുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സീക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന കാര്യം. അതിനാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. ശരിയായ ആളുകളെ സമീപിക്കുക. മിണ്ടാതിരിക്കുക അല്ല പരിഹാരം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അച്ഛനും അമ്മയോടും തുറന്നു പറയുക. അച്ഛനോട്, അമ്മയോട്, ഗുരുവിനോട് ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. എന്ത് അവരെന്ത് പ്രതികരണം നടത്തിക്കോട്ടെ, അത് അവരുടെ ഭാഷ്യം. പക്ഷെ നമ്മൾ സത്യം വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുത്. കള്ളം ഒരിക്കലും പറയരുത്. അച്ഛനോടും അമ്മയോടും ഗുരുവിനോടും എനിക്ക് കിട്ടിയില്ല, അവരെന്ത് പറയുന്നു എന്നത് നമുക്ക് കാലക്രമേണ മാറ്റിയെടുക്കാം. നമ്മൾ എപ്പോഴും സത്യം മാത്രമേ പറയാവൂ. ശരിയായ ആൾക്കാരെ മാത്രമേ സമീപിക്കൂ. ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റണം. ഏതാണ് തെറ്റായ ആൾക്കാർ എന്റെ മക്കൾ മനസ്സിലാക്കണം. സഹായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു കുറച്ചിലായി കരുതരുത്. അത് ബുദ്ധിയുടെ ലക്ഷണമാണെന്ന് അറിയാം. മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത് ബുദ്ധിയുടെ ലക്ഷണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹരീഷ് നല്ലൊരു കുട്ടിയായിരുന്നു. അവൻ ചിത്രരചനയിൽ വളരെ നല്ല ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആ പരീക്ഷ വന്നപ്പോ അവൻ വരച്ച ചിത്രം പരീക്ഷയ്ക്ക് കൊടുത്ത ചിത്രവും മാച്ച് പോയില്ല. പരീക്ഷയിൽ ഇന്ന ചിത്രം വരയ്ക്കും, ഇന്ന കാര്യത്തെ പറ്റി ഒരു ചിത്രം വരയ്ക്കും എന്ന് പറഞ്ഞു. ഹരീഷ് ഇത് മനസ്സിലായില്ല. ഹരീഷ് വേറൊരു ചിത്രം വരച്ചു, പരീക്ഷയിൽ തോറ്റു. എന്താ സംഭവിക്കുക? അവൻ കുറേ ഇരുന്ന് കരഞ്ഞു. അവൻ വീട്ടിൽ പോയി അവന്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ചിത്രത്തില് ഞാൻ വരക്കാൻ പോകുമ്പോ അവര് പറഞ്ഞത് എന്നോട് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, പക്ഷെ അതല്ലായിരുന്നു വരക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് സത്യസന്ധമായി പോയി അവൻ അമ്മയോട് പറഞ്ഞു. അപ്പൊ അവന്റെ അമ്മ അവനോട് പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ, നീ ഈ പരീക്ഷ മാത്രമല്ലേ തോറ്റിട്ടുള്ളൂ മോനെ, നീ നന്നായി അവർ പറഞ്ഞ ചിത്രത്തെ 2 or 3 വരച്ചോളൂ. ഇപ്പൊ അവർ പറഞ്ഞ് നന്നായി വരച്ചോളൂ, നിനക്ക് മാത്രമേ അത്രയും നന്നായി വരക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവനെ പ്രചോദിപ്പിച്ചു. അവൻ 3 ചിത്രങ്ങൾ വളരെ ഭംഗിയായി വരച്ചു വീട്ടിലിരുന്നു. അപ്പൊ അമ്മ അവനോട് പറഞ്ഞു, നിന്നെപ്പോലും നല്ലൊരു ആർട്ടിസ്റ്റിനെ വേറെ കാണാനില്ല, എത്ര ഭംഗിയായിട്ടാണ് എന്റെ മകൻ വരക്കുന്നത്, പരീക്ഷ തോറ്റപ്പോട്ടെ, നീ വരക്കും, നിന്റെ കാലം തെളിയിക്കുമെന്ന് പറഞ്ഞു. ആ ഹരീഷ് അതിനുശേഷം വലിയൊരു ചിത്രകാരനായി മാറി എന്നുള്ളത് സത്യം. അപ്പോ നിങ്ങളോട് പറയാനുള്ള എത്രയേ ഉള്ളൂ എന്റെ മക്കളോട്. എന്നോടൊപ്പം തന്നെ പറയുക, ഞാൻ തോറ്റാലും ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഓരോ നിമിഷവും നിങ്ങൾ പറയും. മാതാപിതാക്കളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മകളുടെ അല്ലെ മകന്റെ തോൽവികളിൽ അവനെ താങ്ങായി നിൽക്കുക, അവനെ ഭാരമാക്കി മാറ്റാതിരിക്കുക. എപ്പോഴും നിങ്ങൾ അതിനു വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഹാപ്പിനെസ് ടിങ്കിൾസ് ഗ്രൂപ്പിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരുമായി കൂടുതൽ കാര്യങ്ങളുമായി നല്ല മക്കളെ നമുക്കിവിടെ വാർത്തെടുക്കാം. ഓരോ മക്കളും നല്ല കാര്യങ്ങളാണ്. അതിന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കും. വരും ദിവസങ്ങളിൽ ട്യൂഷൻ ആയിക്കോട്ടെ, വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ക്ലാസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.